നമസ്കാരം എല്ലാവർക്കും SGS മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ഫോട്ടോഗ്രാഫി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഫോട്ടോഗ്രാഫിയിൽ ഒരു എഡിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടാണെന്തേ ഈ ഒരു ഫോട്ടോ ഇങ്ങനെ ആക്കാമെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കനോടൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫോട്ടോ ആദ്യം സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്യാം. സ്നാപ്സീഡിൽ നമുക്ക് ചെയ്യേണ്ടതെന്നാൽ ആദ്യം ഫോട്ടോയിലുള്ള വാട്ടർമാർക്ക് ഒന്ന് റിമൂവ് ചെയ്യണം. അതിനുശേഷം ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്യണം. മൂന്നാമതായിട്ട് ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം. നാലാമതായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സ്മൂത്ത് ആക്കണം. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് സ്നാപ്സീഡിൽ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വാട്ടർമാർക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. അതിനായിട്ട് ഹീലിംഗ് ടൂൾ എടുക്കുക. അവിടെ ടൂൾസിനുള്ളിൽ 2 ബാൻഡേജിൻ്റെ ഒരു സിമ്പിൾ കാണാം. അതാണ് ഹീലിംഗ് ടൂൾ. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ വാട്ടർമാർക്കുള്ള പോർഷൻ ഒന്ന് റബ്ബ് ചെയ്ത് വിടുവാണെങ്കിൽ അത് വാട്ടർമാർക്ക് റിമൂവ് ആകുന്നതായിരിക്കും. ഇനി നമുക്ക് താഴെ ടിക്ക് കൊടുക്കാം. ഓക്കെ, ഇനി അതിനുശേഷം രണ്ടാമതായിട്ട് നമുക്ക് ഫോട്ടോ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ ക്രോപ്പ് ചെയ്യണം. അതിനായിട്ട് ടൂൾസിലുള്ള ക്രോപ്പ് ടൂൾ എടുക്കാം. അവിടെ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് ഫോട്ടോ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം. അതിനായിട്ട് ടൂൾസിൻ്റെ അകത്ത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുന്നതായിരിക്കും. അവിടെ നമുക്ക് കോൺട്രാസ്റ്റ് അല്പം ഒന്ന് കൂട്ടി കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഏരിയ അല്ലെങ്കിൽ ഡാർക്ക് ഏരിയ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ടാണ് അത്ര കൂട്ടി കൊടുക്കുന്നത്. ഇനി ബ്രൈറ്റ്നെസ് ഒന്ന് പൊടിക്കൊന്ന് കൂട്ടി കൊടുക്കുക. ഒരു +4 അത്രയും ഞാൻ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നാലാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സ്മൂത്ത് ആക്കണം. ബാക്ക്ഗ്രൗണ്ട് സ്മൂത്ത് ആക്കാനായിട്ട് നമുക്ക് ടൂൾസിൽ തന്നെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ട്രക്ചർ അങ്ങ് കുറയ്ക്കുക. ഫുള്ള് കുറയ്ക്കുമ്പോൾ ഫോട്ടോ ഫുള്ള് സ്മൂത്ത് ആകുന്നതായിരിക്കും. നമുക്ക് വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് മാത്രം സ്മൂത്ത് ആയാൽ മതി. അപ്പോൾ അതിനായിട്ട് താഴെ ലുക്സിനകത്ത് വ്യൂവേഴ്സ് ഓപ്പൺ ചെയ്യാം. വ്യൂവേഴ്സിൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാസ്കിങ്ങിന് ഒരു ഓപ്ഷൻ കാണാം. ഒരു സ്ക്വയർ ഷേപ്പിനകത്ത് ബ്രഷിൻ്റെ ഒരു പടം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മാത്രം റബ്ബ് ചെയ്യുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാത്രം സ്മൂത്ത് ആകുന്നത് കാണാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഫോട്ടോ സേവ് ചെയ്യാം. ഈ റെഡ് ബാക്ക്ഗ്രൗണ്ടിലൂടെ പിക്സാർട്ടിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഫോട്ടോ ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടുന്ന് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാനാണ്. ഇനി നമുക്ക് സ്നാപ്സീഡിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ ഫോട്ടോ കട്ട് ചെയ്യാനായിട്ട് ഞാൻ താഴെ കട്ടൗട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് വേണ്ട ഭാഗം മാത്രം ഒന്ന് ഡ്രോ ചെയ്ത് വിടുക. ഈ മുകളിൽ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കുറച്ച് ഭാഗം കൂടി ഒന്ന് സെലക്ട് ആകാനുണ്ട്. അത് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സേവ് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ചിട്ട് നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു പൊസിഷനിലോട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് മൾട്ടിപ്പിൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോർഗ്രൗണ്ടിലുള്ള ഫോട്ടോയും ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോയും ഡിസോൾവ് ആയിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പിക്ക് ആഡ് ചെയ്യാം. ഓറൽ പോലെയുള്ള ഈ പിക്കും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഈ ഫോട്ടോ ഒന്ന് നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ ക്രോപ്പ് ചെയ്യുക. എന്നിട്ട് ഇനി വീഡിയോ കാണുന്നത് പോലെ തന്നെ ഹെഡിന് ഡീപ്പിലായിട്ട് പ്ലേസ് ചെയ്യുക. താഴെ കാണുന്ന ബ്ലെൻഡ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ യെല്ലോ പോർഷൻ മാത്രം മതി. സോ ബാക്കിയുള്ള പോർഷൻസ് ഗ്രേ ചെയ്ത് വരാം.
നമ്മുടെ ഫോട്ടോ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കനോടൊന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റുകൾ ഇടാനൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.